ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു കാഴ്ച കണ്ടു കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വേസ്റ്റ് ബിൻ ഇടുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു കബോർഡും പിന്നെ ഒരു ടീപ്പോയും അങ്ങനെ ഒരു ടേബിള്, അതിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ വെറുതെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദുബായിലുണ്ടല്ലോ ഈ വേസ്റ്റ് സാധനങ്ങൾ, അതായത് നമ്മളിപ്പോൾ റൂം ഷിഫ്റ്റിങ്ങും ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അധികം പഴക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഈ വേസ്റ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വേറെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകണ്ട, കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. അപ്പം നമ്മളാണെങ്കിലും ആ ഒരു കൊറോണ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് എല്ലാതും ഇവിടെ നിന്നിട്ടിട്ട് നമ്മൾ നാട്ടിലേക്ക് പോണ സമയത്ത് നമ്മളും ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. കുറേ നമ്മുടെ സാധനങ്ങൾ, പൂജ സ്റ്റാൻഡ്, അങ്ങനത്തെ കുറേ നല്ല നല്ല സാധനങ്ങളേക്കും നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ളത് കാരണം നമ്മളിവിടെ ഈ വേസ്റ്റിൻ്റെ ഇതിവിടെ കൊണ്ടുവന്നിട്ടു കേട്ടോ. ആരൊക്കെയോ എടുത്ത് കൊണ്ടുപോയി, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. റൂമിലെത്തിയപ്പോൾ ചേട്ടനും ഉണ്ണികൾക്കും പായസം വെക്കണം എന്നൊരു പൂതി. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓഫറിന് കണ്ടപ്പോൾ ഒരു പായസ മിക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓണയ്ക്കല്ല വരുന്നത്, അതിന് മുന്നോടിയായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഉണ്ണികൾക്ക് ഇപ്പോൾ തന്നെ പായസം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വഴിയില്ല. അപ്പം അങ്ങനെ തന്നെ പായസം വെക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഓണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ ഓണത്തിന് മക്കളും മരുമക്കളും, അതായത് അച്ഛൻ്റെ വീട്ടിൽ 5 ആൺകുട്ടികൾക്ക് ഒരു പെങ്ങളാണ് കേട്ടോ അമ്മായി. അങ്ങനെ ഈ 6 പേരും അവരുടെ ഭാര്യമാരും അവരുടെ പേരക്കുട്ടികളും അച്ഛമ്മയും അച്ചാച്ചനും ഒക്കെ അന്നത്തെ ഓണം, വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തറവാട്ടിൽ പോയിട്ട് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇല തലേദിവസം തന്നെ മുറിച്ച് വെക്കും തോന്നുന്നു. ഓണത്തിൻ്റെ അന്നും വിഷുവിൻ്റെ അന്നൊന്നും ഇല മുറിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വലിയൊരു ഇല വാഴയില ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ വാഴയിലയിൽ ചെറിയൊരു വീടാണ് കേട്ടോ നമുക്ക് തറവാട്. അപ്പോൾ ഒരു ഹാളിലത്തെ റൂമുണ്ട്. ആ റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിൽ ഓപ്പോസിറ്റ് ഈ 2 ഇല, വലിയ ഇല ഇങ്ങനെ വിരിച്ചിടും കേട്ടോ. എന്നിട്ട് ഈ എല്ലാവരും കൂടി ഒരേ ഇലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ആദ്യം തന്നെ അച്ഛമ്മ വിളക്ക് വെക്കും. വിളക്ക് വെച്ചതിന് ശേഷം അച്ചാച്ചൻ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുക. അപ്പോൾ സുഷിച്ചേട്ടൻ അവിടെ പോയി പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഒരു അടിപൊളി സ്വാദാണ് കേട്ടോ അതിന്. എനിക്കറിയില്ല, അതായിരുന്നു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഇതേപോലെയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ചെയ്യുക, ഒരു ഇലയിൽ ഇട്ടിട്ട് അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കൊടുക്കും. അച്ഛൻ ആദ്യം എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ വാരി തരും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വാരി കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഓണം വിഷുക്കുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പം അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചെറുപ്പകാലത്ത് ഈ ഓണം, വിഷു, അതിനെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ. അതൊക്കെയും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.